വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഷിങ്കു യാസിം വ്ളോഗ്സ് ഫാമിലി. അപ്പം നമ്മളൊരു റഷ്യയിലൊരു വില്ലേജിൽ വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹണ്ട് ഇങ്ങനെ സമയത്ത് അങ്ങനെയല്ല, ജസ്റ്റ് എക്സ്പ്ലോറിങ് ആണ്, നമുക്കറിയില്ലല്ലോ ഇവിടെ. അപ്പം ഇവിടേക്ക് നമ്മൾ കുറച്ച് പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. ആ പിള്ളേരെന്ന് വെച്ചാൽ നേരത്തെ എന്നുവെച്ചാൽ അവർ പരിചയപ്പെട്ടായിരുന്നു ഒരു വീട്ടിൽ നിന്ന്. അപ്പോൾ അവരിവിടെ താമസിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഈ സ്കൂള് പൂട്ടുമ്പം അമ്മമാരുടെ അടുത്ത് താമസിക്കാൻ വരില്ലേ, കൊച്ചമ്മ മീൻസ് ഗ്രാൻഡ് മദേഴ്സിൻ്റെ അടുത്ത് താമസിക്കാൻ വരും, അങ്ങനെ വന്നതാണ്. അപ്പം ഇവനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഇവർക്കുണ്ട് ഇംഗ്ലീഷ് അറിയില്ല. അപ്പം മോഷൻ ഐ വിൽ Okay. can you tell your name? My name is Zhenya. Zhenya. അപ്പം зовут Zhenya. Можно вы говорите имя? Your name is Dima. Dima. А вы Dara? Rostik. Rostik. His name is Rostik. Rostik. No, it's Rostik. Yes. ഓക്കെ. അപ്പം ഇവന് കുറച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പം ദിസ് ഈസ് മോണ്യുമെന്റ് ആണ് ഇവിടെ. ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് പ്ലീസ്? നോ എക്സ്പ്ലെയിൻ. നോ പ്രോബ്ലം. പക്ഷെ ഇതോ കമ്മ്യൂണിസ്റ്റിൻ്റെ ആണ് കേട്ടോ, മറ്റേ അരിവാൾ ചുറ്റി. പക്ഷെ നോക്ക്, വാറിൽ മരണപ്പെട്ടവരെ മോണ്യുമെന്റ് ആണ്. അവരെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവരുടെയും ഫാമിലി നെയിമും ഈമിയും. അണ്ടർസ്റ്റാൻഡ്. Now let's go to other places. Okay, let's go. നമ്മളിത് സ്കൂള് കുറച്ച് ദലിക്കോ മീൻസ് ലോങ് ആണെന്നാ പറഞ്ഞത്. സ്കോള. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ഗ്രൗണ്ട് കാര്യങ്ങള്. ഇവരിതൊക്കെ ഒന്ന് കാണിച്ചിട്ട് അടിപൊളി ഏർമാടൊക്കെ ഉണ്ട് കേട്ടോ. ദിസ് ഈസ് സ്കൂൾ. No, it's just a ground. Playground. Yes. Okay, ഇത് പ്ലേഗ്രൗണ്ട് ആണ്. So красивый, очень красивый, super. In winter you will play here or in winter? No, we play the football usually in the summer. Okay. അവര് സമ്മറിലാണ്. Okay. പിന്നെ എത്രാം ക്ലാസ്സിലായിരിക്കില്ലേ? You studying in which class? Yes, we No, какой курс учите? Так. Школа учите какой? In the school 7th class. Is 7th class? 7. Маленький, да? Маленький. Small. Baby. Okay, let's go. ഓക്കെ, സൂപ്പർ. ഒരു കുറുക്ക് വഴി കൂടെ പോകണ്ടെങ്കിൽ ഇവർ നമ്മളെ തട്ടിക്കൊണ്ട് പോകണമെന്ന് അറിയത്തില്ല. സോ വി റീച്ച്ഡ് ഒരു പ്ലേസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ള് കൾട്ടിവേഷൻ ആട്ടോ. കിണറല്ല, വേസ്റ്റ് ഇടുന്ന എന്തെങ്കിലും ആയിരിക്കും. വാട്ടറിന്റെ പൈപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ഇതൊരു ഗ്രാമത്തിലാണ്. അന്നേരം ഏത് ഗ്രാമത്തിലാണെങ്കിലും അവിടെ ഒരു പാർക്കും ഉണ്ടാവും പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വിന്ററിൽ. കാരണം ഇവിടെ ഫുള്ള് വൈറ്റ് ആയി കഴിയുമ്പം ഇവർ ഡിപ്രഷൻ ആയി പോവില്ലേ, അന്നേരം ഇവർക്ക് എന്തെങ്കിലും കളിക്കാൻ ഉണ്ടാവും. സമ്മറിലും കളിക്കാം, വിന്ററിലും കളിക്കാം. ഇവിടെ വിന്റർ ആകുമ്പോൾ നമ്മളൊക്കെ നമ്മളെ നാട്ടിൽ വിന്റർ മഴയൊക്കെ ആകുമ്പോൾ അകത്ത് കയറിയിരിക്കലല്ലേ. ഇവരങ്ങനെ ഒന്നുമില്ല, ഗ്ലാസ് ഫുള്ള് ജാക്കറ്റൊക്കെ ഇട്ട് കോലൊക്കെ ആയിട്ട് ബക്കറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വിന്റർ ലൈസ് ഒക്കെ ഇട്ട് കളിക്കല. അത് പോസ്റ്റ് ഓഫീസാണ്. ഓക്കെ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ഫോർ പോസ്റ്റ് എന്നാണ്. പിന്നെ മെഡിക്കൽ സ്റ്റോർ, അപ്റ്റിക്ക. ഇവിടെ അപ്റ്റിക്ക എന്നാ പറയാ. അപ്റ്റിക്ക മെഡിക്കൽ സ്റ്റോർ, ഫാർമസി എന്നൊക്കെ പറയാം. അതിന് അപ്റ്റിക്ക. ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. പോച്ചിത്ത എല്ലാത്തിലും ഇവര് റുഷ്യ എന്ന് എഴുതുട്ടോ. പോച്ചിത്ത എന്ന് വെച്ചാൽ പോസ്റ്റ് റഷ്യ, അതാണ്. ഇപ്പൊ ഇവിടുത്തെ ലോക്കൽ പോസ്റ്റ് ഓഫീസാണ് ഇത്. ഇവനെല്ലാം റൈറ്റ് എല്ലാം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ.
ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറും കാര്യങ്ങളും ഒക്കെയാണ് ഇത്. സൂപ്പർ. ആ അപ്പം ഇവിടെ എന്ന് വെച്ചാല് സ്കൂള് 8 മണിക്കാണ് സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ നമ്മളിപ്പോ സ്കൂളിലെത്തിട്ടോ. ഇതാണ് ഒരു സ്കൂള്. ഇതൊരു വില്ലേജ് ആണ്. അപ്പൊ ഇത്ര സെറ്റപ്പ് ഒക്കെ സ്കൂൾ ഉണ്ടാവുള്ളൂ. സോ ദിസ് ഈസ് സ്കൂൾ. ഇപ്പൊ ഇതാണ് സ്കൂൾ കേട്ടോ. ഇപ്പൊന്ന് വെച്ചാല് ഇവർക്ക് സ്കൂൾ ഹോളിഡേ ആണ്. വിഹത്നോയി എന്ന് വെച്ചാൽ ഹോളിഡേ. അപ്പം ഇപ്പൊ അടച്ചിട്ടേക്കാണ് ഇവിടെ. അപ്പൊ ഇവിടെ ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാല് 8 o'clock to 3 o'clock-നാണ്. അപ്പം ഇപ്പം ഇത് അടച്ചിട്ടേക്കാന്ന് വെച്ചാൽ ഇവർക്ക് സ്കൂൾ ഹോളിഡേസ് ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു സ്കൂള്. സൂപ്പർ. Вы учитесь здесь, да? എത്രാം ക്ലാസ് വരെ ഉണ്ട് ഇവിടെ? No. അല്ല ഇവിടെ സ്കൂൾ. Сколько класс есть? 11 വരെയാണ്. ഇവിടെ റഷ്യയിൽ എന്ന് വെച്ചാല് സ്കൂള് യൂണിവേഴ്സിറ്റി. അപ്പൊ സ്കൂൾ എന്ന് വെച്ചാല് 1 തുടങ്ങി 11 വരെ ആയിരിക്കും ഒരു സ്കൂളിങ്. അത് കഴിയുമ്പോൾ പിന്നെ യൂണിവേഴ്സിറ്റി ആയിരിക്കും അന്നേരം. സൂപ്പർ. ശിവ വാട്ടിയിരുത്ത സ്ഥലത്തേക്ക് പോണെന്ന് വെച്ചാല് നമ്മ ഒരു പ്ലേ സ്കൂൾ, അതായത് ഇവിടുത്തെ ഒരു സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ ഫസ്റ്റ്ലി പ്ലേ സ്കൂൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂള് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി, അങ്ങനെയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മൾ സ്കൂള് കണ്ടു, ഇനിയിപ്പോൾ നമ്മൾ പ്ലേ സ്കൂൾ കാണാം. അപ്പം പ്ലേ സ്കൂൾ അപ്പം ഇത് ഭയങ്കര മോശം കേട്ടോ. എന്നാലും നമ്മൾ ഇനി കുറച്ച് വെയിറ്റ് ചെയ്യാൽ ഇവിടേക്ക് ആക്സസ് ഉണ്ടാവില്ല, ബസ്സിന് വരണം. സോ വിൻ്റർ ആയി കഴിയുമ്പം ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കും. കാരണം ഇവിടുത്തെ റിവർ ഫ്രോസൺ ആവും മൊത്തത്തിൽ. അന്നേരം ഈ ഷിപ്പ് ബോട്ടിങ് എല്ലാം നിന്നതിന് ശേഷം അന്നേരം നമുക്ക് ഇവിടേക്ക് ആക്സസ് ഉണ്ടാവില്ല. ഇതാണ് ചൂടുവെള്ളം വരുന്ന പൈപ്പ് കേട്ടോ. പക്ഷെ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ടൈമും ചൂടുവെള്ളം ഉണ്ടാവില്ല. പക്ഷെ ഇവരിൽ പേഴ്സണലി ഇവർ ഈ വിറകൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അന്നേരം ഈ വിറക് ഇവർ ചിമ്മിണി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതിലിട്ട് കത്തിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ ഹീറ്ററും വർക്ക് ചെയ്യും, ചൂടുവെള്ളവും അതിൽ കിട്ടുകയും ചെയ്യും. അപ്പം ഇതാണ് കേട്ടോ സ്കൂളിൻ്റെ ബാക്ക് സൈഡാട്ടോ. അത് തുറന്നൊന്നും കാണിക്കണ്ട, സാധാരണ ഒരു സ്കൂൾ പോലെ തന്നെ ഒരു സ്കൂള്. അപ്പം ഇവർക്ക് ഹോളിഡേയ്സ് ആണ്. അത് അപ്പം ഇതാണ് Я не знаю. Просто случайно поменяли тут. Окей. Тут была школа, только ее немного. ചെറിയ മാലിംഗി ക്ലാസ്, да? Ну да. Да. ഇതെന്ന് വെച്ചാൽ ചെറിയ സ്കൂള് ഇത്രേ ഉള്ളൂ. Плей സ്കൂൾ. Ну, это была школа, просто ее садик, это должно быть садик, а тут написано എന്ന് വെച്ചാൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്കൂളാണ്. എന്ന് വെച്ചാൽ കുറച്ച് ക്ലാസ്സുകളുള്ളൂ, ഹൈസ്കൂൾ പോലെ. ഓൻ ഓൻ താം അവൻ അവിടെയാ പഠിക്കുന്നത്, അവൻ ഇവിടെ ഇല്ല. ഓക്കെ, നഴ്സറി പോലത്തെ എന്തെങ്കിലും ആയിരിക്കും. പോനും ഓന് ഇവര് രണ്ടുപേരും അർഹാങ്കൽസ്കിലാട്ടോ പഠിക്കുന്നത്. നമ്മള് നിൽക്കുന്ന ഗോറദില, മീൻസ് സിറ്റിയിലാണ് പഠിക്കുന്നത്. സൂപ്പർ. അതൊന്നും അറിയില്ല. നമ്മളിപ്പോ ഒരു много собака есть. ഇവിടെ വാറിന്റെ ടൈമില് ഇവര് പ്രൊഡക്റ്റ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഇത്. ബങ്കറല്ല, പ്രൊഡക്റ്റ് ഇവര് സൂക്ഷിക്കുന്ന. കാരണം ഇവിടെ ഇങ്ങനെ ഐസ് വരുമല്ലോ, അന്നേരം ഇത് മൊത്തം ഐസാ. അപ്പൊ ഇതൊരു ചെറിയ ഫ്രിഡ്ജായി മാറും. ഇപ്പൊ ഇവര് ബിൽഡ് ചെയ്ത് വെച്ചേക്കണാണ് അത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കാണിച്ചാലോ, നമുക്ക് ഇവരെ കൂട്ടിയിട്ടേ ഓർക്ക് എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കാം. ഷോപ്പിൽ ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട്, വാങ്ങിച്ചു കൊടുക്കാം. ദീപ. അപ്പൊ ഇതാണ് നമ്മളുടെ കുളം. അതല്ല,
Это Рика, да? Ну, тут нам не вырезано. Это типа на север. А, пула. Oh, sure. Lake. Yes, lake. മീനുണ്ടോ എനിക്ക്? No meat, no fish. Maybe ഉണ്ടാവും, maybe ഉണ്ടാവില്ല, അവർക്കറിയില്ല. നല്ല റിച്ച് ആൾക്കാരെ വീടാണ്. ഗായ്സ്, അപ്പൊ നമ്മളൊരു വില്ലേജിന്റെ കൂടെ നടക്കാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കൾച്ചർ എന്ന് വെച്ചാൽ ഓരോ സ്വന്തമായിട്ട് ഇങ്ങനെ വീടുണ്ടാവും. അതിൻ്റെ പിന്നെ ഇങ്ങനെ വുഡൻ സ്റ്റോർ ചെയ്യുക, പണ്ടത്തെ ഒരു ടൈപ്പ് സെറ്റപ്പ്. കൾട്ടിവേഷൻ, സമ്മർ ആകുമ്പോൾ കൾട്ടിവേറ്റ് ചെയ്തിട്ട് ഓരെന്ത് ചെയ്യും, അത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് പിന്നെ വിൻ്ററിക്കും കൂടി ഉണ്ടാവും അവർക്ക്. അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെയുള്ളൂ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, റഷ്യൻ ലൈഫ് സ്റ്റൈൽ. നമുക്കിതുവരെ ഒരു വീടിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടില്ല, കാരണം ഇവർ അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ കാണിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾക്കാരാണെന്ന് തോന്നുന്നു. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പം ഇതൊക്കെ തന്നെ ഉള്ളൂ. നമുക്കിനി പിള്ളേർക്ക് പോയിട്ട് കുറേ നടന്നിക്ക് ടയേർഡായി, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാം. ഓക്കെ. അപ്പം ഇവിടെ പൊതുവെ വിൻ്ററിലൊന്നും ഫയർ വരില്ല, പക്ഷേ ഇവിടെ എപ്പോഴും വരുന്ന ഒരു ആക്സിഡൻറ്റ് സമ്മർ ആയിക്കഴിഞ്ഞാൽ ഇതേപോലെ വുഡൻ ആയിട്ടുള്ളത് ഇങ്ങനെ ഫയർ വരും. ഷോർട്ട് സർക്യൂട്ടോ ചിലപ്പോൾ ഒരു സിഗരറ്റ് വലിച്ചിട്ടതോ പെട്ടെന്ന് കത്തുപിടിക്കും. അന്നേരം കത്തുപിടിച്ച് ഒരു അബണ്ടൻ്റ് ആയ ഒരു ബിൽഡിംഗ് ആണിത്. അങ്ങനെ തന്നെ ഉള്ളിൽ കത്തിപ്പോയി, ചിലപ്പോൾ മരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഒരു കേസസ് ഉണ്ട്. പജാർ വന്നിട്ട്, പജാർ മീൻസ് ഫയർ. ഹെൽപ്പ് നമുക്ക് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കാം. ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ സ്റ്റോർ ആട്ടോ. നമ്മൾ മാഗസീനൊക്കെ ഇപ്പം ഒരു മാഗസീൻ കിട്ടുന്നൊരു ഡബിൾ പ്രൈസ് ആയിട്ടാണ് ഇവിടെ വിൽക്കുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. Как вам нравится? Давай. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ സ്റ്റോപ്പ്. അപ്പോൾ അവരോട് പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്തു. അപ്പം നമ്മൾ വാങ്ങിക്കൊടുക്കാൻ കിട്ടും. ഒരു കുറേ ഹെൽപ്പ് ചെയ്താലേ വാങ്ങിക്കൊടുക്കാം. Okay. Thank you. Okay, we will try to find. Okay, thank you so much helping us, meeting you. Yes. Bye, Dima. Bye. Goodbye. അപ്പൊ അത് അടിപൊളി, നല്ല പിള്ളേരിട്ടോ. നല്ലൊരു വീട്, എല്ലാരും നടന്നു വന്ന സ്ഥലമല്ലേ, അവിടെ പോയാൽ എല്ലാരും അവിടെ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ ഗായ്സ്, അപ്പൊ നിങ്ങക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് എല്ലാം സെറ്റായി. ഇപ്പോ നമ്മളൊരു സ്ഥലം തപ്പി ഇറങ്ങിയേക്കാണ്. നമുക്കൊന്ന് ഫുഡ് കഴിക്കാനും അടുത്ത് നല്ല വേദന എടുത്തിട്ട് കുറച്ചു നേരം ഷിങ്കു വെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായി, എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയോ കാട്ടിലോട്ടൊക്കെ കൊണ്ടുവന്നുണ്ട്. ഇവിടെ ഒരു കാട്ടിലെവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി ബോട്ട് ഉണ്ട്, നമുക്ക് തിരിച്ച് നമ്മളൊരു ഐലൻഡിലാണ് തിരിച്ച്. ബോട്ട് വരണ ടൈം എടുക്കും. അപ്പോൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, പീസ്ഫുൾ. അപ്പോൾ ഗായ്സ്, നമ്മൾ സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടില്ല, അങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. ഒരു കണ്ടൽക്കാടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന സാധനങ്ങൾ പ്ലേറ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അയ്യോ മടുത്ത്, ഇന്നത്തെ കാലെല്ലാം വേദന തുടങ്ങി. ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് വേണം പോവാൻ. ഇന്ന് ഗ്ലാസ് എടുക്കട്ടെ. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇവിടുന്ന് എണീക്കട്ടോ. കാറ്റ് കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ വെച്ച ട്രൈപോഡ് ഇങ്ങനെ വീണ് പോയിക്കൊണ്ടേ നിന്ന് ഇവിടുന്ന് എടുത്തിട്ട് ഇത്രയും നല്ല സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് കഴിച്ചത്. നമുക്ക് പോകാനുള്ള ബോട്ട് വരും. ഗൈസ്, ഇവിടുന്ന് ലോക്കൽ ബസ് ഉണ്ട് കേട്ടോ. അതാ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഇത് കറങ്ങും. ഇതാ ബോട്ട് ഇവിടെ എത്താനായി. ബോട്ട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബസ് പോകും.
ബോട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇറങ്ങും. അതിനുശേഷം എല്ലാവരും ഇതിലോട്ട് തിരിച്ചു കയറും. നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ്. ഈ പുള്ളിയാണ് നമ്മൾ വരുമ്പോഴും ബോട്ടിൽ കയറി. ഇതാണ് താഴത്തെ സ്പേസ്. ചട്ടിയും കളിയൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ചട്ടിയും കളിയായിട്ട്. ഇതാണ് മോളിത്തെ സ്പേസ്. നമ്മളെപ്പോഴും മോളിത്തെ സ്പേസ് ആയിരിക്കും. ബൈ ബൈ. ഒരാളിവിടെ തണുത്ത് വരച്ചിരിക്കാണ്. ഇവിടെ എനിക്ക് പറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ 3 ടിക്കറ്റ് എടുക്കുന്നത്. 3 ചിത്തിരി എന്ന് പറഞ്ഞ ഓർക്ക് ബുദ്ധിയുണ്ട്. ആട്ടെ ഇതാട്ടോ ഇവിടുത്തെ ടിക്കറ്റ്. 42 ഉണ്ട് ശിങ്കു. 42 ഉള്ളൂ. നമ്മളിതാ തിരിച്ച് ഇവിടെ എത്തിയിട്ടാ നമ്മളെ സിറ്റിയിലോട്ട്. ഇതാണ് അറങ്ക ഗിൽസ് അങ്ങനെ എന്തോ ആണല്ലോ ഈ പറഞ്ഞത്. ശിങ്കുവിന്റെ കോളേജ് അവിടെ ഇവിടെ ആണ് കേട്ടോ. നമ്മൾ സ്ഥിരം വന്ന് വാക്കിങ്ങിന്